അഭിഷേകം ചെയ്ത് നാളെ വൈകുന്നേരം പരിവാരങ്ങൾക്ക് ബലി തൂങ്ങി അവിടെ വരെയാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടമെന്ന് പറയുന്നത് നമ്മുടെ പുനഃപ്രതിഷ്ഠവും വളരെ പ്രാധാന്യമേറിയതും സങ്കീർണവുമായ പുനഃപ്രതിഷ്ഠ എന്ന് പറയുന്ന ചടങ്ങ്. പുനഃപ്രതിഷ്ഠ കഴിഞ്ഞാൽ പിന്നെ വിളക്ക് വെച്ച് അടയടച്ച് പിന്നെ വീണ്ടും ഹോമങ്ങൾ നടന്നു വീണ്ടും കലശം പൂജിക്കും. അതൊരു മൂന്നാമത്തെ ഘട്ടമാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള എന്തൊക്കെയാണ് എനിക്ക് ചെയ്തിട്ടുള്ളത്, എനിക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നാളെ വൈകുന്നേരം അനുജ്ഞാപതി എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഏകദേശം ഒരു 5:30 സമയത്താണ് അതുണ്ടാവുക. ആ സമയത്ത് പരമാവധി ഭക്തജനങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും. കാരണം ഈ നവീകരണം ചെയ്യുന്നതിന് പരിവാരങ്ങളോടും ഭക്തന്മാരോടുമൊക്കെ അനുജ്ഞ വാങ്ങുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ദേവൻ്റെ ബന്ധുക്കളെന്ന് പറയുന്നത് നമ്മുടെ ഭക്തന്മാർ അറിയാതെ ഭക്തന്മാർ തന്നെയാണ്. അപ്പോൾ പരമാവധി ആൾക്കാർ നാളെ വൈകുന്നേരം 5:30 സമയത്ത് ക്ഷേത്രത്തിൽ ഉണ്ടാവണം എന്നാണ് ആദ്യം പറയാനുള്ളത്. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭഗവതിയോട് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന രീതിയിലുള്ള കലശങ്ങൾ പല രീതിയിലുണ്ട്. ഇന്ന രീതിയിലുള്ള കലശങ്ങൾ ഞങ്ങൾ പൂജിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നാളെ അഭിഷേകം ചെയ്യുന്നുണ്ട് എന്ന് ദേവിയെ അറിയിച്ച് ഒരു അനുവാദം വാങ്ങാനാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം അത് തന്ത്രി അതിനുള്ള സംസ്കൃതത്തിലുള്ള ശ്ലോകം ചൊല്ലി പ്രാർത്ഥിച്ച് അപ്പം നമ്മൾ മനസ്സിലാക്കിയുള്ളൂ. നാളെ രാവിലെ ഏകദേശം ഒരു 7:30 കൂടിയിട്ട് ഈ കലശങ്ങൾ അഭിഷേകം ചെയ്യാൻ തുടങ്ങും. 8 മണിക്ക് പാണി, ഇന്ന് രാവിലെ പാണി ഉണ്ടായിരുന്നു. നാളെ ഈ കലശം ബ്രഹ്മകലശം എഴുന്നള്ളിക്കാനുള്ള പാണി 8 മണിയോടുകൂടി പാണി കൂടി ഈ ബ്രഹ്മകലശം അകത്തേക്ക് എഴുന്നള്ളിച്ച് ഏകദേശം 8:30 ബ്രഹ്മകലശാഭിഷേകം നടക്കുന്നത്. ഈ ബ്രഹ്മകലശാഭിഷേകത്തിൻ്റെ സമയത്ത് അവർ ഈ കലശമാകുന്ന സമയത്ത് തൊഴുന്നത് വളരെ വിശേഷമാണ്. വളരെ ദർശന പ്രാധാന്യമുള്ള സമയമാണ്. അപ്പോൾ പരമാവധി പ്രത്യേകതകളുണ്ടാവും. അതിനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് അതൊക്കെ സാധാരണ പ്രദക്ഷിണം വയ്ക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇത് കലശം ആടിത്തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ ഇടയിൽ കടമുറിഞ്ഞ് കിടക്കാൻ പാടില്ല എന്ന് പറയും. അപ്പം അതുകൊണ്ട് ചെറിയൊരു റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അതുമായിട്ട് സഹകരിച്ച് പരമാവധി ആൾക്കാർക്ക് തൊഴിലാളികളുടെ സൗകര്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ സമയത്ത് എല്ലാവരും ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു 8:30 ആകുമ്പോൾ ബ്രഹ്മകലശാഭിഷേകം നടത്തുന്ന സമയത്ത് പരമാവധി ഉണ്ടാവുക. വൈകുന്നേരം ശരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നടക്കുന്ന പ്രാർത്ഥന വളരെ മനസ്സുകൊണ്ട് നമ്മൾ ഭഗവതിയോട് പ്രാർത്ഥിക്കുക. നമുക്കിതൊക്കെ നമുക്ക് മനുഷ്യന്മാർക്ക് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. അത് നമുക്ക് ഓരോന്നും വേണ്ട സമയത്ത് ചെയ്യാനും അത് വേണ്ട വിധത്തിലാവാനും നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ഭഗവതിയുടെ തന്നെ അനുഗ്രഹമാണ്. അപ്പോൾ ആ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് ഏറ്റവും ഒരു പ്രാധാന്യമുള്ളൊരു കാര്യം. നമുക്കറിയാം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പൂർവസ്ഥിതിയൊക്കെ നമുക്കറിയാം. നമ്മൾ ആഗ്രഹിച്ചിട്ടും എത്രയോ കാലം നടക്കും. ചിലപ്പോൾ പല ക്ഷേത്രങ്ങളിലുണ്ട്, പൈസയൊക്കെയുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, പക്ഷേ കാര്യങ്ങൾ നടക്കില്ല. അതിനൊരു സമയമുണ്ട്. അപ്പം നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈശ്വരാധീനം, ഭഗവതിയുടെ അനുഗ്രഹം തന്നെയാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈശ്വരാധീനം ഉണ്ടാവുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് ഗ്രാമത്തിൻ്റെ ഉയർച്ചയാണ്. അപ്പോൾ ഈ ക്ഷേത്രം ഉയരുന്നതോടൊപ്പം നമ്മൾ ഓരോരുത്തരും ഉയരുകയാണ്. അപ്പോൾ അതിൻ്റെ ഭഗവതിയുടെ